ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. 46 മണിക്കൂറിന് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. തകരപ്പറമ്പ് കനാലിന്റെ ഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമടക്കം പരിശോധന നടത്തിയതിനു ശേഷം ഇന്ന് വീണ്ടും സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് അല്പസമയം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. ഈ റെയിൽവേ സ്റ്റേഷന് പുറത്ത് നിന്നുള്ള പവർ ഹൗസിന്റെ സമീപത്ത് വരെ ഇന്ന് പരിശോധന നടത്തിയിരുന്നു. 46 മണിക്കൂറത്തെ പരിശോധനകൾക്ക് ശേഷം പരിശോധന ഫലം കണ്ടിരിക്കുകയാണ്. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനിയുള്ള തുടർ നടപടികൾ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾക്ക് ശേഷമായിരിക്കും. ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മൃതദേഹം ജോയിയുടേത് തന്നെയാണെന്ന്. എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞതുപോലെ NDRF സംഘത്തിൻ്റെയും അതുപോലെ തന്നെ നേവി അടക്കമുള്ള ഈ ഒരു രക്ഷാപ്രവർത്തന സംഘത്തിൻ്റെ പരിശ്രമത്തെക്കുറിച്ച് അത് പറയാതെ പോകാൻ കഴിയില്ല. അത്തരത്തിൽ കഠിനമായ ഒരു പരിശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടത്തിയത്. ഈ മാലിന്യ കൂമ്പാരത്തിലടക്കം ഇറങ്ങിക്കൊണ്ട് ജീവൻ പോലും പണയം വെച്ചുള്ള പരിശോധനയായിരുന്നു അത്തരത്തിൽ അവർ ഇറങ്ങി നടത്തിയത്. അതിന് അവരുടെ ആ ഒരു പരിശ്രമത്തെക്കുറിച്ച് എടുത്തു പറയാതെ ഈ ഒരു സമയം കടന്നുപോയിക്കൂടാ. അത്തരത്തിൽ ആ ഒരു പരിശോധന ഫലം കണ്ടിരിക്കുകയാണ്. 46 മണിക്കൂറിന് ശേഷം മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മൃതദേഹം ജോയിയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള തുടർ നടപടി അത് അപ്രകാരം തന്നെ നടക്കും. വിജിൻ വായന്തോട് തുടരുന്നുണ്ട്. വിജിൻ, തീർച്ചയായും എന്തായാലും ഇനിയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഇത് ജോയിയുടേത് തന്നെയെന്ന് ഉറപ്പിക്കാനുള്ള അത്തരം പരിശോധനകൾ നടത്തും. അതിനുശേഷം സ്വാഭാവികമായുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും, പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. എന്തായാലും ഏറെ ദുഷ്കരമായ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. ശക്തമായ ഒഴുക്ക് കാരണം മൃതദേഹം എന്തായാലും ഈ ആമയിഴഞ്ചാൻ തോടിൽ നിന്നും റെയിൽവേ സ്റ്റേഷന്റെ ടണലിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി അത് തൊട്ടടുത്ത തകരപ്പറമ്പിലെ ശ്രീചിത്ര പോകോണിന് തൊട്ട് താഴെയുള്ള ഭാഗത്തേക്ക് ഒഴുകിയെത്തിയതായിരിക്കും. എന്തായാലും അതിന് കൂടുതൽ സമയമൊന്നും എടുത്തിട്ടുണ്ടാകില്ല. ഇന്ന് പുലർച്ചെയോ അല്ലെങ്കിൽ രാവിലെയോ ആയിരിക്കണം ഇത് ഒഴുകിയെത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. കാരണം അധിക ദൂരം മൃതദേഹം സഞ്ചരിച്ചിട്ടില്ല. ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കും കൂടിയിരുന്നു. നമ്മൾ രാവിലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ അത് രക്ഷാപ്രവർത്തനത്തിന് ഒരുപക്ഷെ സഹായകമാകുമെന്ന് നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ തന്നെ വ്യക്തമാക്കുന്നു. നേവിയുടെയും അതുപോലെ തന്നെ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും സംഘങ്ങൾ സംയുക്തമായി രാവിലെ നടത്തിയ പരിശോധന ആരംഭിച്ച് തൊട്ട് മിനിറ്റുകൾക്ക് അകമാണ് മൃതദേഹം ഈ ആമയിഴഞ്ചാൻ തോട്ടിന്റെ തന്നെ തൊട്ടടുത്ത ഭാഗമായ തകരപ്പറമ്പിൽ കണ്ടെത്തിയതായുള്ള വിവരം ലഭിക്കുന്നത്. അത്തരത്തിൽ രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം ഈ ദൗത്യസേനയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന കൂടി നടക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ 9:30യോടുകൂടി ദൗത്യസംഘം പരിശോധന ആരംഭിച്ച് തൊട്ട് പിന്നാലെ ഈ തകരപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് പ്രാഥമികമായ ഒരു പരിശോധന നടത്തി ജോയിയുടേതാണ് മൃതദേഹം എന്ന് ഉറപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് തൊട്ട് പിന്നാലെ തന്നെ നിലവിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടായിരുന്ന ആംബുലൻസ് അവിടത്തേക്ക് എത്തുകയും ഒപ്പം തന്നെ മൃതദേഹം അപ്പോൾ തന്നെ എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് നഗരസഭയുടെ ആംബുലൻസ് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം സജ്ജീകരണങ്ങൾ എല്ലാം കഴിഞ്ഞ 2 ദിവസമായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എല്ലാം പൂർത്തീകരിച്ചിരുന്നു. ഏത് സാഹചര്യം ഉണ്ടായാലും അതിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. ഒന്നുകിൽ ജീവനോടെ മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആദ്യഘട്ട ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ അവിടെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ലഭിച്ച ഉടനെ തന്നെ ആംബുലൻസിലേക്ക് മാറ്റുകയും ഒപ്പം മൃതദേഹവുമായി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് യാത്ര തുടരുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 46 മണിക്കൂറിന് ഇടയിൽ നടത്തിയ ശക്തമായ പരിശോധന, ഒപ്പം തന്നെ അതിദുഷ്കരമായ പരിശോധന എന്ന് തന്നെ പറയണം. നമ്മൾ ഈ സ്കൂബ ടീം അംഗങ്ങളൊക്കെ നമ്മളോട് തുടർച്ചയായി സംസാരിക്കുന്ന ഘട്ടത്തിലും അവർ പറഞ്ഞത് മറ്റ് സംഭവങ്ങൾ ഇതുപോലത്തുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒക്കെ നടത്തിയ പരിശോധന പോലെയോ തിരച്ചിൽ പോലെയോ ആയിരുന്നില്ല. അത്ര ദുഷ്കരമായിരുന്നു ഈ പരിശോധന എന്നുള്ളതാണ്. കാരണം കാലങ്ങളായി ഏകദേശം 10 വർഷത്തിന്
മുകളിലായി ഈ റെയിൽവേ സ്റ്റേഷന്റെ ടണലിന് താഴെ ടണലിനുള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ പാറ പോലെ ഇരിക്കുകയായിരുന്നു എന്ന് അവർ നേരത്തെ തന്നെ ശരി വ്യക്തമാക്കിയിരുന്നു. വിജിൻ, ഈ മാലിന്യത്തിനിടയിൽ നിന്ന് ആ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും ദുഷ്കരമായ കാര്യം. അത് തന്നെയാണ് ഈ ഒരു 3 ദിവസമായി ആ ഒരു രക്ഷാപ്രവർത്തന സംഘവും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധി. അത്തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മാലിന്യം നീക്കുന്ന ഒരു ശ്രമത്തിൽ കൂടിയായിരുന്നു അവരുള്ളത്. അതിനുശേഷമാണ് ആ പരിശ്രമം ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. വിജിൻ, ഏതായാലും മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു മൃതദേഹം. ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും അല്പസമയത്തിനകം പ്രാഥമികമായ പരിശോധനകൾ ഒക്കെ നടത്തും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മേയറുടെ പ്രതികരണവും നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോർപ്പറേഷന്റെ വാഹനത്തിലാണ് മൃതദേഹം ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ പി കെ രാജു ഉൾപ്പെടെയുള്ളവർ നിലവിൽ ഇവിടെയുണ്ട്. മൃതദേഹം ഇറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അത് വ്യക്തമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ 46 മണിക്കൂറിന്റെ പരിശ്രമത്തിന് പൂർണ്ണമായും വിരാമമായിരിക്കുന്നു. ജോയിയെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജോയിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ മഴയെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഈ കോർപ്പറേഷൻ അധികൃതർ, കോർപ്പറേഷൻ ജീവനക്കാരൊക്കെ ഈ ഇതിന്റെ ഏറ്റവും ആദ്യ ഭാഗങ്ങളിലുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കിയിരുന്നു. അകത്ത മാലിന്യങ്ങളായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നത്. ശക്തമായ മഴയെ തുടർന്ന് മാലിന്യങ്ങൾ ഒഴുകിയെത്തിയതാണ്. അതിനൊപ്പമാണ് മൃതദേഹം ഒഴുകിയെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ എത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഹലോ 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 വിജിൻ, കേൾക്കാമോ? കേട്ടില്ല വിജിൻ, അതായത് ഈ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ എത്തിയെന്ന് തന്നെയല്ലേ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൃശ്യങ്ങൾ കാണാമെന്നാണ് കരുതുന്നത് ആര്യ. അതിൽ ഇതാ മൃതദേഹം ഇപ്പോൾ മാറ്റുകയാണ്, ആംബുലൻസിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. അതിനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും 46 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹമുള്ളത്. പൂർണ്ണമായും ഈ വെള്ളത്തിൽ 46 മണിക്കൂറായി വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ജീർണിച്ച നിലയിലുള്ള മൃതദേഹമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറെ നേരത്തെ 46 മണിക്കൂർ നേരത്തെ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ മൃതദേഹം